അർബുദ രോഗബാധയെ തുടർന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകേണ്ടുന്ന ബൈസൺവാലി സ്വദേശി അൻസ മാത്യുവിനായി ചികിത്സാ സഹായനിധി രൂപീകരിച്ചു. അൻസയ്ക്ക് തിരികെ ജീവിതത്തിലേക്ക് നടക്കുവാൻ 15 ലക്ഷത്തോളം രൂപയാണ് ആവശ്യമായുള്ളത്. ഈ തുക കണ്ടെത്തുവാൻ കുടുംബത്തിന് ആവതില്ലാത്ത സാഹചര്യത്തിലാണ് ചികിത്സാ സഹായനിധി രൂപീകരിച്ച് ധനസമാഹരണത്തിന് വഴി തേടുന്നത്. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് 24-കാരിയായ അൻസ മാത്യു താമസിക്കുന്നത്. അർബുദ രോഗബാധയെ തുടർന്ന് RCCയിൽ ചികിത്സയിലാണ് അൻസ. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായി അൻസയ്ക്ക് ജീവിതത്തിലേക്ക് തിരികെ നടക്കണമെങ്കിൽ 15 ലക്ഷത്തോളം രൂപ കുടുംബം കണ്ടെത്തേണ്ടി വരും. എന്നാൽ അൻസിയുടെ കുടുംബത്തിന് ഇത്ര വലിയ തുക കണ്ടെത്താനുള്ള ആവതില്ല. ഈ സാഹചര്യത്തിലാണ് അൻസിയും കുടുംബവും സുമനസ്സുകളുടെ സഹായം തേടുന്നത്. അൻസയുടെ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്തുവാനായി ചികിത്സാ സഹായനിധി രൂപീകരിച്ചു. നല്ലവരായ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ മജ്ജ മാറ്റിവെക്കൽ പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സന്മനസ്സുള്ള മുഴുവൻ ആളുകളും അവരുടെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അത് മീഡിയകളിലും വാട്സപ്പിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ അക്കൗണ്ടിലേക്ക് പൈസകൾ തന്ന് സഹായിക്കണമെന്നാണ് പറയാനുള്ളത്. വനദീപം വായനശാലയിൽ സർവകക്ഷി യോഗം ചേർന്നായിരുന്നു സഹായനിധിക്ക് രൂപം നൽകിയത്. സഹായനിധിയുടെ കൺവീനറായി പ്രീതി പ്രേംകുമാറിനെയും ചെയർമാനായി അലോഷി തിരുതാളിയെയും വൈസ് ചെയർമാനായി സുരേന്ദ്രൻ, ട്രഷററായി G ആനന്ദനെയും തിരഞ്ഞെടുത്തു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുൾപ്പെടെ കരുണ പറ്റാത്ത സുമനസ്സുകളിൽ നിന്നൊക്കെയും അൻസയ്ക്കായി പണം കണ്ടെത്തുവാനാണ് തീരുമാനം. സുമനസ്സുകൾക്ക് ഫെഡറൽ ബാങ്കിന്റെ കുഞ്ചിത്തണ്ണി ബ്രാഞ്ചിലുള്ള 11-800-00218692 എന്ന രതീഷ് TM, രാജമ്മ രാധാകൃഷ്ണൻ എന്നിവരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.